കാഞ്ചന വളരെ സ്മാർട്ടാണല്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി. അവൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകും. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് പറയാന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്കവരെ നേരിട്ടെന്നെ കാണാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഇനി അങ്ങോട്ടുള്ള നമ്മളെ ഒരു നീക്കവും തെറ്റിപ്പോകരുത്. അത് ശരി, അപ്പൊ തീരുമാനമൊക്കെ എടുത്തു. അല്ല, എന്ത് തീരുമാനം രണ്ടുപേരും കൂടി എടുത്തേ? നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തെന്ന് സമൃദ്ധയോട് പറയായിരുന്നു. എന്തിനാ രാജീവ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് ശിശിരേച്ചി വെറുതെ ദേഷ്യം പഠിപ്പിക്കുന്നു? ഇത് വെറുതെ പറഞ്ഞല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ശിശിരേച്ചി, ഇതൊക്കെ രാജീവ് ചേച്ചി പറ്റിക്കാൻ പറയുന്നതാ. ഞങ്ങള് വേറൊരു കേസിന്റെ കാര്യം സംസാരിക്കായിരുന്നു. വല്ലവരുടെയും കേസ് തോറ്റതിനെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നേ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. എനിക്ക് വഴിയെ മനസ്സിലാക്കണ്ട, സാവധാനവും മനസ്സിലാക്കണ്ട. അറിയേണ്ടതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാണിച്ചു തരാം ഞാൻ. ശിശിരേച്ചിയുടെ ചില തെറ്റിദ്ധാരണകളാ ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം. രാജീവിന് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ശിശിരയുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് എനിക്കറിയാം. ആ തെറ്റിദ്ധാരണ അവളുടെ അറിവുകേട് മാത്രമല്ല, സ്വഭാവ ദൂഷ്യം കൂടിയാ. ഞാനൊരു മോശം പോലീസുകാരനായിരുന്നു, മോശപ്പെട്ട മനുഷ്യനും. ആരോടും പറയാതെ തന്നിഷ്ടത്തിന് അവളെ ഞാൻ താലികെട്ടിയത് ഗോകുലിനെയും കുടുംബത്തിനെയും തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അവളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാ. ആ ഇഷ്ടം തിരിച്ചവക്ക് ഒട്ടുമില്ലാന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായത് ഒന്നിനും കൊള്ളാതെ ഞാൻ ആശുപത്രി കിടക്കെ കിടന്നപ്പോഴാ. നേരത്തെ പറഞ്ഞ സ്വഭാവദൂഷ്യം കൊണ്ടാത്. താലി കെട്ടിയ സ്നേഹമുള്ള ഒരു പുരുഷനും തന്റെ ഭാര്യയെ സംശയിക്കാൻ കഴിയില്ല. തിരിച്ച് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണിനും ഭർത്താവ് കൺകണ്ട ദൈവമായിരിക്കും. സമൃദ്ധ അങ്ങനെയല്ലേ? താലി കെട്ടിയ സത്യയെ മറന്ന് തനിക്ക് മറ്റൊരു ലോകമുണ്ടോ? ഇവിടെ താൻ സമൃദ്ധയെ ജീവിക്കുന്നതിന് പിന്നിലും വലിയൊരു ത്യാഗമില്ലടോ. താലി കെട്ടിയില്ലെങ്കിലും 10 വർഷക്കാലം തന്നെ നോക്കിയ പുരുഷനോടുള്ള ബഹുമാനം, സ്നേഹം